ഹായ് എവരി വൺ. നമ്മുടെ രണ്ടാമത്തെ പാർട്ട് കൊമേഴ്സ് പേപ്പർ ഫൈനൽ റിവിഷൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റ് ഏരിയ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓൾറെഡി നമ്മൾ 4 ഏരിയാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു 1 അവർ ഡ്യൂറേഷനിൽ നമ്മൾ വീണ്ടും ഒരു 2, 3, 4 ഏരിയാസ് റിവൈസ് ചെയ്യുന്നു. അതിനുശേഷം നാളെ ഏർലി മോർണിംഗ് നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്ക് റിവൈസ് ചെയ്ത് വൈൻഡപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ദി പ്ലാൻ. അപ്പോൾ അടുത്ത ഏരിയാസ്. ഫസ്റ്റ് ടോപ്പിക് ആസ് ഐ സൈഡ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത്? ലെറ്റ് സി. ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അസഷൻ പറയുന്നത് ദി മീൻ ഈസ് ഹൈലി സെൻസിറ്റീവ് ടു എക്സ്ട്രീം വാല്യൂസ്. റീസൺ മീൻ കൺസിഡേഴ്സ് ഓൾ വാല്യൂസ് ഇൻ ദി ഡേറ്റ സെറ്റ്. അപ്പോൾ ഓർക്കുക, മീൻ എന്തുകൊണ്ടാണ് എക്സ്ട്രീം വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഹൈലി സെൻസിറ്റീവ് ആകുന്നത്? മീൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ആണ്. ഇമാജിൻ ഡേറ്റ സെറ്റിൽ 99 ടോട്ടൽ 100 ഡേറ്റാസ് ഉണ്ട്. 99 ഡേറ്റയും 10ഉം 12നും ഇടയിലാണെന്ന് വിചാരിക്കുക. ഒരു ഡേറ്റ മാത്രം ഒരു 60-70യിൽ കിടക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ സിനാരിയോ മനസ്സിലാക്കുക. 99 ഡേറ്റയും 99 വാല്യൂസും 10നും 12നും ഇടയിലാണ്. എന്നാൽ ഒരെണ്ണം മാത്രം, ഒരു എക്സ്ട്രീം വാല്യൂ മാത്രം ഒരു 60 or 80യിൽ കിടക്കുകയാണെങ്കിൽ മീൻ എങ്ങനെയാണ് വരിക? മീൻ വിൽ ബി എന്താ പറയുക, ഈ 10നും 12നും മുകളിലേക്ക് ഉയരുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ മോസ്റ്റ് ഡേറ്റ വന്നിരിക്കുന്നത് എവിടെയാണ്? 10നും 12നും ഇടയിൽ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുന്നത്? ആ ഒരു ചേഞ്ച് സംഭവിക്കാനുള്ള കാരണം മീൻ എക്സ്ട്രീം വാല്യൂസിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണ്. ബിക്കോസ് ഇറ്റ് കൺസിഡേഴ്സ് ഓൾ വാല്യൂസ്, വെദർ ഇറ്റ് ഈസ് സെൻട്രലൈസ്ഡ്. ആ ഒരു കോൺസെൻട്രേറ്റഡ് വാല്യൂ എന്നുള്ളതിന് ഉപരിയായിട്ട് എല്ലാ വാല്യൂവും കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രീം എൻഡുകളിൽ മേ ബി ഒരു 100 ഒരാൾക്ക് മാത്രം ഉണ്ടെന്ന്. സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ 10 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 10 സ്റ്റുഡൻസിൻ്റെ മാർക്സ് സ്കോർ കാർഡ് വന്നപ്പോൾ ഒരു കുട്ടിക്ക് മാത്രം 100 ഉണ്ട്. ബാക്കിയുള്ള 9 സ്റ്റുഡൻസിൻ്റെയും മാർക്സ് എന്ന് പറയുന്നത് 50 താഴെയാണ്. അപ്പോൾ നോർമലി എന്ത് വരണം? ഈ 50 താഴെയുള്ള ഒരു ഇതല്ലേ ആവറേജ്, ഐ മീൻ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ബിക്കോസ് ഓഫ് ആൻ എക്സ്ട്രീം വാല്യൂ, ഒരു എക്സ്ട്രീം വാല്യൂ കിടക്കുന്നതുകൊണ്ട് തന്നെ ആവറേജ് എന്തായിരിക്കും? ഈ പറയുന്ന മിക്ക കേസുകളിലും മോസ്റ്റ്ലി ദർ ഈസ് എ ചാൻസ് ദാറ്റ് ഒരു 50ന് അടുത്തേക്ക് അല്ലെങ്കിൽ 50ന് മുകളിലേക്ക് ഉയർന്ന് കാണാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ എല്ലാവരുടെയും മാർക്ക് ആ ഒരു റേഞ്ചിലാണോ? അല്ല. അതാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് മീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസിൽ കൂടുതൽ ഹൈലി സെൻസിറ്റീവ് ആണ് മീൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ബോത്ത് അസഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അസഷൻ പറയുന്നത് ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദി മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ. ദി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ഒരു പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ബെൽ ഷേപ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. റൈറ്റ്, ശരിയാണ്. പക്ഷേ നോർമൽ ഡിസ്ട്രിബ്യൂഷന് സ്ക്യൂനെസ് ഉണ്ടാവില്ല. ഒരു യു ഷേപ്ഡ് കർവാണ്. അതിനകത്ത് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂസ് ഏതെങ്കിലും ഒരു എൻഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂസ് ഏതെങ്കിലും ഒരു എൻഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് സ്ക്യൂ ആവുക. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും സിമെട്രിക്കലാണ്. ഇറ്റ് ഈസ് നോട്ട് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ഓക്കെ, സോ അസഷൻ ട്രൂ ആണ്, എന്നാൽ റീസൺ ഫോൾസ് ആണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് അസഷൻ ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എ ടൈപ്പ് 1 എറർ occurs when the null hypothesis is rejected even though it is true. Null hypothesis is rejected even though it is true. Type 1 error is also called a beta error. ടൈപ്പ് 2 എററിനെയാണ് നമ്മൾ ബീറ്റ എറർ എന്ന് പറയുന്നത്. ടൈപ്പ് 1 എറർ എന്താണ്? ടൈപ്പ് 1 എറർ എന്താണോ അവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ഇൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് 1 എറർ occurs when null hypothesis is rejected even though it is true. null hypothesis ട്രൂ ആയിട്ടും അത് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ടൈപ്പ് 1 എറർ എന്ന് വിളിക്കും. സോ ബീറ്റ എറർ എന്ന് പറയുന്നത് ടൈപ്പ് 2 എറർ ആണ്, നോട്ട് ടൈപ്പ് 1 എറർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. സാമ്പിളിംഗ് റെഡ്യൂസസ് ദി കോസ്റ്റ് ആൻഡ് ടൈം ഓഫ് ഡേറ്റ കളക്ഷൻ. സാമ്പിളിംഗ് യൂസസ് ഓൺലി എ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ടു ഇൻഫർ എബൌട്ട് ദി ഹോൾ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. സാമ്പിൾ എന്തുകൊണ്ടാണ് ടൈം സേവ് ചെയ്യുന്നത്? പോപ്പുലേഷനെ മൊത്തമായിട്ട് പഠിക്കുന്നില്ല, പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ നമ്പറിനെ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോസ്റ്റും ടൈമും നമുക്ക് സേവ് ചെയ്യാൻ സഹായിക്കും ഡേറ്റ കളക്ഷനിൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പിളിംഗ് യൂസസ് ഓൺലി എ പാർട്ട് ഓഫ് പോപ്പുലേഷൻ ടു ഇൻഫർ അബൌട്ട് ദി ഓൾ. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ദാറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അസഷൻ പറയുന്നത്
റാങ്ക് കോറിലേഷൻ ഈസ് യൂസ്ഡ് വെൻ ഡേറ്റ ഈസ് ഓർഡിനൽ ഇൻ നേച്ചർ. പിയേഴ്സൺസ് കോറിലേഷൻ കാനോട്ട് ബി അപ്ലൈഡ് ടു റാങ്ക് ഡേറ്റ. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റാങ്ക് കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർഡിനൽ ഡേറ്റ വരുമ്പോഴാണ്. അതേപോലെ പിയേഴ്സൺ കോറിലേഷൻ നമുക്ക് റാങ്ക്ഡ് ഡേറ്റയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂ ഉണ്ടെങ്കിൽ ആ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇതിനകത്താണ്, മീനിലാണ്. മീനിൽ എക്സ്ട്രീം വാല്യൂ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എക്സ്ട്രീം വാല്യൂസ് വരുന്ന സിറ്റുവേഷനിൽ ഏറ്റവും ആപ്റ്റ് എന്ന് പറയാവുന്നത് മോഡാണ്. മോഡിൽ എന്തില്ല, എക്സ്ട്രീം വാല്യൂസ് അത്ര അഫക്റ്റ് ചെയ്യുന്നില്ല. സോ ലീസ്റ്റ് എഫക്റ്റഡ് ആയിട്ട് പറയാവുന്നത്, വൺ സെക്കൻഡ്, ഓക്കെ. സോ മോഡ് നമ്മൾ യൂസ് ചെയ്യും. ലീസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പറയാവുന്ന ഏതായിരിക്കും, സെൻട്രൽ വാല്യൂ മാത്രം എടുക്കുന്നു, ദാറ്റ് ഈസ് മീഡിയൻ. മീൻ എന്താണ്, മീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എൻഡ് വാല്യൂ, എല്ലാ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എന്നാൽ സെൻട്രൽ വരുന്ന വാല്യൂ മാത്രം എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയാം, മീഡിയനാണ് ഈ ഒരു സിറ്റുവേഷനിൽ എക്സ്ട്രീം വാല്യൂ അഫക്റ്റ് ചെയ്യാത്തതെന്ന് പറയാം. എന്നാൽ മോഡും പാരലൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് വാല്യൂ എന്നുള്ള രീതിയിൽ അത് എക്സ്ട്രീം എൻഡ് വാല്യൂസ് ആണെങ്കിൽ മോഡിൽ അഫക്റ്റ് ചെയ്യും. എന്നാൽ കോമൺലി യൂസ് ചെയ്യുന്നത് മീഡിയൻ ആണെന്ന് ഓർത്തേക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഡിസ്ക്രീറ്റ്. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോർമൽ, ബൈനോമിയൽ, എക്സ്പൊണൻഷ്യൽ, കോച്ചി. സോ റൈറ്റ് ആൻസർ ഈസ് ബൈനോമിയൽ. ബൈനോമിയൽ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ളത്. ഓക്കെ എന്നോർത്തേക്കുക. ഇതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് ഓർത്തേക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും ഐഡന്റിഫൈ ചെയ്യാനാണ്. പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് തന്നിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് നോൺ പാരാമെട്രിക് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. നോൺ പാരാമെട്രിക് ഏതാണ്? മാൻ വിറ്റ്നെ യു ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ബാക്കിയുള്ളവയെല്ലാം പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഓക്കെ. സോ നോർമാലിറ്റി ഉണ്ടെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ്, ഡേറ്റ നോർമൽ അല്ലെങ്കിൽ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അടുത്തത്, ഇൻ എ കൈ സ്ക്വയർ ടെസ്റ്റ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി മസ്റ്റ് ജനറലി ബി. കൈ സ്ക്വയർ ടെസ്റ്റിനകത്ത് ജനറലി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോർമലി ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 5 എന്നാണ് മിനിമം. 5ൽ കൂടുതലായിരിക്കണം. ഓക്കെ. ഫ്രീക്വൻസി മിനിമം എല്ലാ സെൽ വാല്യൂയിലും പ്രിഫറബിളി മോർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളതാണ് മിനിമം വാല്യൂ. 20, 30 എബോ ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എനിവേ മോർ ദാൻ 5 മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വാല്യൂവിൽ ഓർക്കേണ്ടത്. അടുത്തത്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ലാത്തതാണ് വെച്ചിരിക്കുന്നത്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, ദെൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ, ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. സോ ഇതിൽ പ്രോബബിലിറ്റി അല്ലാത്തതാണ്. പ്രോബബിലിറ്റി അല്ലാത്തത് ദാറ്റ് ഈസ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. അവിടെ ഈക്വൽസ് ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ഈസ് നോട്ട് ദയർ. അതുകൊണ്ട് അതൊരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് അല്ല. അടുത്ത, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു ഈ ടോപ്പിക് ഏരിയയുമായി ബന്ധപ്പെട്ട്. ഇനി നമുക്ക് ആ ഒരു ടോപ്പിക്കിലെ കൺസെപ്റ്റുകളൊന്ന് ബ്രീഫ്ലി പറയാം. ഫസ്റ്റ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മീൻ, മീഡിയൻ ആൻഡ് മോഡ് ബേസിക് മെഷേഴ്സ് ആണ്. ഇപ്പോൾ മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, സം ഓഫ് വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. മീഡിയം ആണെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ ആണ്. ഏതാണോ ഡേറ്റയിൽ സെൻട്രൽ വരുന്നത് അതാണ് മീഡിയൻ. എക്സ്ട്രീം ഔട്ട്ലൈനേഴ്സ് അവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല. മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനാണ്. കാറ്റഗറിക്കൽ ഡേറ്റയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മോഡായിരിക്കും. ദെൻ മീനിൻ്റെ കൺസെപ്റ്റ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് എന്ന് ഓർക്കുക. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയയിലാണ് നമുക്ക് മീൻ യൂസ് ചെയ്യാൻ സാധിക്കുക. എക്സ്ട്രീം വാല്യൂസ് വരുന്ന സിറ്റുവേഷനിൽ മീൻ യൂസ്ഫുൾ ആയിരിക്കില്ല. ദെൻ മീഡിയൻ്റെ കേസിൽ ഇറ്റ് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ഔട്ട്ലൈനേഴ്സ് ബിക്കോസ് സെൻട്രൽ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമുക്ക് മീഡിയൻ ഉപയോഗിക്കാൻ സാധിക്കും. മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡേറ്റ, ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. സോ കാറ്റഗറിക്കൽ ഡേറ്റ യൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ ഈ കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ സെല് ചെയ്തിരിക്കുന്ന സൈസ് ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന സിറ്റുവേഷനിൽ മോഡ് ഈസ് റെലവൻറ്റ്. ദെൻ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ.
ഡിസ്പേഷൻ മെഷേഴ്സിലേക്ക് വരുമ്പോൾ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻസ് ഒക്കെയാണ്. ഇതൊക്കെയാണ് നമുക്ക് മെഷർ ഓഫ് ഡിസ്പേഷൻ ആയിട്ട് പറയാവുന്നത്. റേഞ്ച് കണ്ടുപിടിക്കുന്നത് മാക്സിമം മൈനസ് മിനിമം എടുക്കുമ്പോഴാണ്. സോ ദാറ്റ് ഈസ് ഒരു റേഞ്ച് എന്നുള്ള രീതിയിൽ ഏറ്റവും മാക്സിമം വാല്യൂ മിനിമം വാല്യൂവിന് ഇടയിലുള്ള റെപ്രസെൻറ്റേഷനാണ് റേഞ്ച്. സോ ഇത് ആക്ച്വലി സ്റ്റോക്ക് പ്രൈസ് സ്പ്രെഡ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇത്രമാത്രം 23 രൂപ മുതൽ 55 വരെയാണ് എന്ന് പറയുമ്പോൾ ആ റേഞ്ചിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ദെൻ ക്വാർട്ടർ ഡീവിയേഷൻ Q3 മൈനസ് Q1 ഡിവൈഡ് ബൈ 2 ഇസ് ദി ഇക്വേഷൻ. മിഡിൽ 50% ഓഫ് മിഡിൽ സ്പ്രെഡ് ആണ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതായത് 75%-ന് 25%, 25%ആണ് Q1, 75%ആണ് Q3. അതിനിടയിലുള്ള വാല്യൂ എന്നുള്ള രീതിയിലാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഈ പറയുന്നത് Q1, Q2, Q3. Q2 എന്ന് പറയുന്നത് എന്താണ്? Q2 രണ്ട് ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് സിമിലർ ടു മീഡിയൻ. ദെൻ 4 ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ക്വാർട്ടൈൽസ്. ആ 4 ക്വാർട്ടറിൽ എന്ത് ചെയ്യുന്നു? ആ നടുക്ക് സെന്ററിൽ വരുന്ന 50% ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വാർട്ടർ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. സെന്ററിൽ വരുന്ന 50% എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 25% വരുന്നതാണ് Q1, 75% വരുന്നതാണ് Q3. അതിന് രണ്ടിനും ഇടയിൽ അപ്പോൾ Q3 മൈനസ് Q1 ചെയ്യുമ്പോൾ നമുക്ക് ആ നടുക്ക് വരുന്ന 50% കിട്ടും. അത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്രയാണ് മിഡിൽ സ്പ്രെഡ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അവിടെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എത്രമാത്രം വേരിയഡ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി റിസ്ക് മെഷർ ഐഡന്റിഫൈ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ വേരിയബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. റിസ്ക് അനാലിസിസിലും വോളറ്റാലിറ്റി അളക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യും. ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ മീൻ ഇൻറ്റു 100 ആണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. അത് റിലേറ്റീവ് ഡിസ്പേഷൻ, എത്രമാത്രം ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് ഡിസ്പേസ്ഡ് ആണ്. മീൻ എന്ന് പറയുന്ന സെൻട്രൽ വാല്യൂയിൽ നിന്ന് എത്രമാത്രം ഇത് ഡിസ്പേഴ്സ് ആയിട്ട് കിടക്കുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ കമ്പയർ വേരിയബിലിറ്റി അക്രോസ് ഡേറ്റാസെറ്റുകൾ തമ്മിൽ എത്രമാത്രം വേരിയേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ റേഞ്ച് ഓർക്കുക, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഇനി കോറിലേഷനും റിഗ്രഷൻ തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് ഒരു ഒരു ഐറ്റത്തിൻ്റെ വേരിയേഷൻ മറ്റൊന്നിന് എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു, ഒരേ ലൈനിൽ എത്രമാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം കോ റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് കോറിലേഷൻ പറയുന്നത്. അതായത് ഡിഗ്രി ഓഫ് ലീനിയർ റിലേഷൻഷിപ്പ്, കാൽപിയേഷൻസ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റും അതേപോലെ തന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനും ഒക്കെ ഈ ഒരു കോറിലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. R+1 ആണെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പോസിറ്റീവ് ആണ്. ഒരു വേരിയബിൾ മാറുന്നതിന് ആനുപാതികമായിട്ട് അതേ രീതിയിൽ തന്നെ സെക്കൻഡ് വേരിയബിളും ചേഞ്ച് ചെയ്യും. ഒരു യൂണിറ്റ് ചേഞ്ച് ഒരു വേരിയബിൾ സംഭവിച്ചാൽ മറ്റൊരു വേരിയബിളിലും അത്രയും യൂണിറ്റ് തന്നെ ചേഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് +1, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ഓക്കെ, സോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു വേരിയബിളിലുള്ള ചേഞ്ച് മറ്റൊരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കോറിലേഷൻ പറഞ്ഞു തരുന്നത്. റിഗ്രഷൻ മീൻസ് പ്രെഡിക്റ്റ് ദി വാല്യൂ ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ എങ്ങനെ ഏത് രീതിയിൽ നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വേരിയേഷൻ കാരണം ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനാണ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. സോ റിഗ്രഷന്റെ ഇക്വേഷൻ ഇതാണ്: y = a + bx. പ്രെഡിക്റ്റ് സെയിൽസ് ഫ്രം ആഡ് സ്പെൻഡ്. നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന തുകയ്ക്ക് എത്രമാത്രം സെയിൽസ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്യുന്ന സിറ്റുവേഷനിലേക്കാണ് നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വിൽ ബി ദെയർ. ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരുവാണ്. ഓക്കെ, അത് ഇപ്പോൾ y = a + b1 x1 ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളായി. ദെൻ b2 x2 രണ്ടാമത്തെ വേരിയബിൾ, അങ്ങനെ bn xn വരെയുള്ള വേരിയബിൾ, പല വേരിയബിൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ റിലേഷൻ പറയുമ്പോഴാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. HR പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്, ഏജ് തുടങ്ങി പല ഫാക്ടേഴ്സ് എടുത്തിട്ട് ഈ പല ഫാക്ടേഴ്സ് HR പ്രൊഡക്ടിവിറ്റി എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇത്തരം പ്രഡിക്ഷൻസ് നടത്തുമ്പോഴാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ കംസ് പ്രോബബിലിറ്റി ആൻഡ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്. പ്രോബബിലിറ്റി മീൻസ് ലൈക്ലിഹുഡ് ഓഫ് ആൻ ഇവന്റ് ഒക്യൂറൻസ്, സംഭവിക്കാനുള്ള ചാൻസ്, അതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സോ പ്രോബബിലിറ്റി മേ ബി 0ക്കും 1നും ഇടയിലാകാം. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ്. 1 എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് നടക്കുന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിലായിരിക്കും പ്രോബബിലിറ്റി വാല്യൂ എപ്പോഴും വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? റിസ്ക് എസ്റ്റിമേഷനും ഡിസിഷൻ ട്രീ ബിൽഡ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് പ്രധാനമായിട്ടും പ്രോബബിലിറ്റിയുടെ യൂസ് വരുന്നത്. ദെൻ ബേസ് തിയറം
റിവേഴ്സ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി റിവേഴ്സ് കണ്ടീഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിയറിയാന്ന് ഓർത്തേക്കുക, ബേസ് തിയറം. പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്ക്രീറ്റ് ഓർ ഫിക്സ്ഡ് ട്രയൽ മെത്തേഡുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാസ് ഓർ ഫെയിൽ, ഹെഡ് ഓർ ടെയിൽ, ഇങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് വരുന്ന സിറ്റുവേഷനിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. സക്സസ് ഓർ ഫെയിലിയർ ഔട്ട്കംസ്, എയ്തർ സക്സീഡ് ചെയ്യും അല്ലെങ്കിൽ ഫെയിൽ ആവും, ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരുന്ന സിറ്റുവേഷനിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ റെയർ ഇവൻറ്റ്സ് ഈസ് ഇൻ ഫിക്സ്ഡ് ഇൻ്റർവെൽ, ഓരോ ഫിക്സ്ഡ് ഇൻ്റർവെല്ലിലും റിപ്പീറ്റ് ചെയ്യുന്ന ഇവൻറ്റ്, ആ ഒരു സാഹചര്യത്തിലാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ലൈക്ക് ഒരു മെഷീൻ ബ്രേക്ക് ഡൗൺ, ഇത്ര നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മെഷീൻ ബ്രേക്ക് ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്, വീണ്ടും എത്ര നാൾ, അങ്ങനെയൊക്കെയുള്ള ഡിസ്ട്രിബ്യൂഷനിലാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് സിമെട്രിക്കൽ ബെൽ ഷേപ്ഡ് കർവാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, വെയർ മീൻ മീഡിയൻ മോഡ് ഇതെല്ലാം ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ. ഇസഡ് ടെസ്റ്റും IQ സ്കോഴ്സും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിറ്റുവേഷൻസ്. ദെൻ അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ടച്ച് ചെയ്യുക ചെയ്തത്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ബാദുഷ സാർ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എനിവേ സാമ്പിളിംഗ് മെത്തേഡ്സിലേക്ക് വന്നാൽ ക്യാൻ സി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഇസ് ഈക്വൽ ചാൻസ് ഓഫ് ഓൾ ഐറ്റംസ് ടു ബി സെലക്റ്റഡ്. ഏത് വേണമെങ്കിൽ ലോട്ടറി ഡ്രോ ഒക്കെ പോലെ എല്ലാത്തിനും ഒരേ ചാൻസ് വരുവാണെങ്കിൽ അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പോപ്പുലേഷനെ ഒരേ രീതിയിലുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള സ്ട്രാറ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ജെൻഡർ വൈസ് സെലക്ഷൻ ഒക്കെ വരുന്ന സാഹചര്യത്തിൽ മെയിൽ ഫീമെയിൽ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? റാൻഡം സാമ്പിളിംഗ് നടത്തുന്നു. ഇത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിന് എക്സാമ്പിളാണ്. റെപ്രസെൻറ്റേറ്റീവ് അക്രോസ് സബ് ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള ഓരോ സ്ട്രാറ്റിൽ നിന്നും റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, എവറി nth ഐറ്റം ഈസ് ചൂസൺ, അതായത് നമ്മൾ ഡേറ്റയെ റാൻഡമായിട്ട് നമ്പർ ചെയ്തതിനു ശേഷം എല്ലാ 10ാമത്തെ നമ്പറിനെയും ആദ്യത്തെ ആളെ നമ്മൾ റാൻഡമലി സെലക്ട് ചെയ്യുന്നു, ദെൻ എല്ലാ 10ാമത്തെ നമ്പറിനെ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിന് എക്സാമ്പിളാണ്. സോ റാൻഡം സാമ്പിളിംഗ് പോലെ തന്നെ എന്നാൽ റാൻഡമിനേക്കാൾ കൂടുതൽ ഈസി ആയുള്ള സെലക്ഷൻ ആയിരിക്കും സിസ്റ്റമാറ്റിക് സാമ്പിളിങ്ങിൽ വരുന്നത്. ദെൻ ദർ ഇസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, നാച്ചുറൽ ഗ്രൂപ്പ്സ് സാമ്പിൾഡ്, അതായത് ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് ആയുള്ള സാമ്പിൾ എന്ന് പറയുമ്പോൾ ഓരോ നമ്മളിവിടെ നമ്മളായിട്ട് തിരിക്കുന്ന ഡിവിഷൻ അല്ല, നോർമലി ദർ ഇസ് എ നാച്ചുറൽ ഗ്രൂപ്പ്. ആ നാച്ചുറൽ ഗ്രൂപ്പിനകത്ത് നിന്നും നമ്മൾ ഓരോരുത്തരെ ഐഡന്റിഫൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓരോ നമുക്ക് വേണ്ട സാമ്പിളിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. അവിടെയാണ് ക്ലസ്റ്റർ വരുന്നത്. പിന്നെ ഉള്ളത് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് ഏറ്റവും സെലക്ട് ചെയ്യാൻ മസ്റ്റാണ്, ഇവരെ സെലക്ട് ചെയ്യണം എന്ന് കരുതുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് വരുന്നത്. എക്സ്പേർട്ട് ചൂസസ് സാമ്പിൾ, ഇൻഡസ്ട്രി എക്സ്പേർട്സ് ഓൺലി, അപ്പോൾ അവരോട് ചോദിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളാണ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ദെൻ കൺവീനിയൻസ്, ഈസിയസ്റ്റ് ടു റീച്ച്, അത് എന്താണ്? ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ് ജഡ്ജ്മെന്റിലും അതേപോലെ തന്നെ കൺവീനിയൻസും ഒക്കെ പറയുമ്പോൾ അവിടെ എന്താണ് നമുക്ക് എത്താൻ പറ്റുന്നത്, നമ്മളെ സംബന്ധിച്ച് റിസർച്ചറെ സംബന്ധിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഇവരെയൊക്കെയാണ്, അതുകൊണ്ട് അവരെയൊക്കെ ചൂസ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത ഏരിയ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. സോ എന്താണ് നൾ ഹൈപ്പോത്തസിസ്, എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, പി വാല്യൂ തുടങ്ങിയ കൺസെപ്റ്റുകൾ. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. സോ നോ എഫക്റ്റ്, ഈ രണ്ട് ഐറ്റംസ് തമ്മിൽ ഡയറക്റ്റ് എഫക്റ്റ് ഇല്ല എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തസിസ്. അതിനെ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാനാണ് സ്റ്റഡി ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതാണ് നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്, ബേസ് ലൈൻ അസംഷൻ. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദി എഫക്റ്റ്, ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് വേരിയബിൾസ്, ഈ വേരിയബിൾസ് തമ്മിൽ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഇതാണ് റിസർച്ചർ ക്ലെയിം ചെയ്യുന്നത്. ദെൻ ടൈപ്പ് 1 എറർ, റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു, പക്ഷെ നമ്മളത് റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ ടൈപ്പ് 1 എറർ, അതിനെ ആൽഫ എന്ന് പറയും, ഫോൾസ് പോസിറ്റീവ് എറർ എന്ന് പറയും. ആൽഫയാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. ദെൻ ടൈപ്പ് 2 എറർ, ഫെയിൽ ടു റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഇസ് ഫോൾസ്. നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആയിരുന്നു, പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തു, ഫെയിലായി, റിജക്റ്റ് ചെയ്യാൻ ഫെയിലായി, അതിനർത്ഥം ബീറ്റ എറർ ആണ്, ഫോൾസ് നെഗറ്റീവ് എറർ. ഓക്കെ, ദെൻ പി വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് ഡേറ്റ അണ്ടർ HO, അതായത് നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാൻ ഈ ഒരു എറർ വരാനുള്ള ചാൻസ്, അതാണ് നമ്മൾ പി വാല്യൂ എന്ന് പറയുന്നത്.
സോ ഇപ്പോൾ സോഷ്യൽ സയൻസ് റിസർച്ചിൽ 5 ആണ് പി വാല്യൂ ആയിട്ട് നമ്മൾ പറയാം, 0.5 എന്ന് പറയാം, 5%. അതേപോലെ തന്നെ ദെൻ ഇറ്റ് കംസ് ടു സയൻസ് ഒക്കെ ആണെങ്കിൽ, സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഒക്കെ ആണെങ്കിൽ 1% ആണ് പി വാല്യൂ ആയിട്ട് പറയുന്നത്, 0.1. ഓക്കെ, സോ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ആൽഫ ടു ഡിസൈഡ് ദി സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അത്രയും വരെ നമ്മൾ എത്രമാത്രം സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇപ്പോൾ 95% വരെ നമ്മളുടെ ക്ലെയിം വാലിഡ് ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, 95% മുകളിലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. 95% താഴെയാണെങ്കിൽ, 5% ആണ് ആ ഒരു ലെവൽ പറയുന്നത്. അപ്പോൾ ആ 5% താഴെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൂടുതലാണെങ്കിൽ നമുക്ക് റിജക്റ്റ് ചെയ്യാം, അത് താഴെയാണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് പി വാല്യൂ. ദെൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. പാരാമെട്രിക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലാണ്. റേഷ്യോ ഓർ ഇന്റർവെൽ സ്കെയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം എന്നുള്ള കേസാണുള്ളത്. എക്സാമ്പിൾസ് ടി ടെസ്റ്റ്, അനോവ, ഇസഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, ഇതെല്ലാം പാരാമെട്രിക് ടെസ്റ്റിന് എക്സാമ്പിൾ ആണ്. കണ്ടീഷൻസ് ദർ ഇറ്റ് അസ്യൂംസ് ഹോമോജിനിറ്റി, നോർമാലിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്, നോർമാലിറ്റി അസ്യൂം ചെയ്യുന്നു. ദെൻ നോൺ പാരാമെട്രിക് എന്ന് പറയുമ്പോൾ നോമിനൽ അല്ലെങ്കിൽ ഓർഡിനറി ഡേറ്റ വരുന്ന സാഹചര്യങ്ങളിൽ ഓക്കെ, സോ പറഞ്ഞത് നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഡേറ്റ നോർമൽ അല്ല എന്നുള്ളതാണ്. സോ നോർമൽ അല്ല, നോൺ നോർമൽ ഡേറ്റ സിറ്റുവേഷൻസിലാണ് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ആൻഡ് കൈ സ്ക്വയർ, മാൻ വീറ്റ്നെ യു ടെസ്റ്റ്, ദെൻ ക്രുസ്കൽ വാലിസ് ടെസ്റ്റ്, ഇതെല്ലാം നമുക്ക് നോൺ പാരാമെട്രിക് ഡേറ്റയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ റിസർച്ച് ടൈപ്സ് ആൻഡ് മെത്തേഡ്സ്. പലതരത്തിലുള്ള റിസർച്ച് മെത്തേഡ്സ് നമുക്ക് പറയാം, റിസർച്ച് ടൈപ്സ് പറയാം. ഒന്ന് ബേസിക് റിസർച്ച്. പുതുതായിട്ടൊരു തിയറി ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു കാര്യം പഠിക്കുകയാണ്, നമ്മളായിട്ടൊരു തിയറി ഡെവലപ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് ബേസിക് റിസർച്ച് ഓർ പ്യുവർ റിസർച്ച് എന്ന് പറയാം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയാണ്. അതായത് നിലവിലൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അത് അപ്ലൈഡ് റിസർച്ച് ആണ്. ലൈക്ക് പ്രോഡക്റ്റ് ഡിസൈൻ, പോളിസി അനാലിസിസ്, ഇവിടെയൊക്കെ നമുക്ക് അപ്ലൈഡ് റിസർച്ച് യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയുള്ള സിനാരിയോ ഈ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു തിയറി ഉണ്ട്, ഓൾറെഡി ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അതിനെ നമ്മൾ നമ്മളുടെ കോണ്ടെക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അത് വാലിഡ് ആണോ, ഇന്ത്യയിൽ അത് വാലിഡ് ആണോ, കേരളത്തിൽ അത് വാലിഡ് ആണോ, അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഡിസ്ക്രൈബ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബേസിക്കലി. സോ മാർക്കറ്റ് സർവേസ്, കേസ് സ്റ്റഡീസ് എല്ലാം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ എക്സ്പ്ലോറേറ്ററി, ഐഡന്റിഫൈ ഫോർ ദി ഫസ്റ്റ് ടൈം, ഐഡന്റിഫൈ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, പൈലറ്റ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക, ഇതെല്ലാം എന്താണ്, എക്സ്പ്ലോറേറ്ററി ആണ്. ദെൻ കോസൽ റിസർച്ച്, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ് കോസൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. എക്സ്പെരിമെന്റൽ ഡിസൈൻസ് എല്ലാം കോസൽ റിസർച്ചിന് എക്സാമ്പിൾ ആണ്. ദെൻ റിസർച്ച് ഡിസൈൻ ആൻഡ് ടൂൾസ്. റിസർച്ച് ഡിസൈനിൽ ഓരോ എലമെന്റുകളിലേക്കും വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഈസ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ പ്രോബ്ലം ഡെഫിനിഷൻ ഓർ ഐഡന്റിഫിക്കേഷൻ, എന്താണ് പ്രോബ്ലം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നിടത്താണ് റിസർച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ സ്പെസിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻ, അത് ഇപ്പോൾ ഇമ്പാക്റ്റ് ഓൺ അഡ്വർടൈസ്മെന്റ്സ് ഓൺ ബ്രാൻഡ് റീകോൾ, ബ്രാൻഡ് റീകോളിലേക്ക് എത്രമാത്രം അഡ്വർടൈസ്മെന്റ് എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന ലെവലിലാണ് നമ്മളുടെ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സാമ്പിളിംഗ് ഡിസൈൻ, ഹൂ ആൻഡ് ഹൗ ടു സെലക്ട് സാമ്പിൾ, ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യും, ആരായിരിക്കണം നമ്മുടെ സാമ്പിൾ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം സാമ്പിൾ ഡിസൈനിൽ നമ്മൾ തീരുമാനിക്കുന്നു. ഡേറ്റ കളക്ഷൻ, പ്രൈമറി ഡേറ്റ ആകാം, സെക്കൻഡറി ഡേറ്റ ആകാം. നമ്മൾ ഡയറക്ട്ലി കളക്ട് ചെയ്യുന്ന ഡേറ്റ ഫ്രം ഫസ്റ്റ് ഹാൻഡ് സോഴ്സസ് ആണെങ്കിൽ ദാറ്റ് ഈസ് പ്രൈമറി ഡേറ്റ. ദെൻ സെക്കൻഡറി, ഓൾറെഡി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡേറ്റ ആണെങ്കിൽ അത് സെക്കൻഡറി സോഴ്സ് ആണ്. ക്വസ്റ്റിനെയർ, പബ്ലിഷ് റിപ്പോർട്ടൊക്കെ ഡേറ്റ കളക്ഷൻ ടൂൾസ് ആയിട്ട് പറയാം. ദെൻ ഡേറ്റ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡേറ്റയാണ്. SPS ഉപയോഗിച്ചും ആർ ഉപയോഗിച്ചും എക്സൽ ഉപയോഗിച്ചും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ അനാലിസിസ് കണ്ടക്ട് ചെയ്യാം. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗിലേക്ക് വരുമ്പോൾ പ്രസന്റേഷൻ ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ്, ഇതുവരെ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതിൻ്റെ പ്രസന്റേഷനാണ് റിപ്പോർട്ട് റൈറ്റിംഗിൽ വരുന്നത്. എക്സിക്യൂട്ടീവ് സമ്മറി, ചാർട്ട്സ്, റെഫറൻസ് എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, ഇനി റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് എത്തിക്സ്. റിപ്പോർട്ട് റൈറ്റിംഗിലുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ടൈറ്റിൽ ആൻഡ് അബ്സ്ട്രാക്ട്, പ്രിസൈസ് ആയിട്ടുള്ള ബ്രീഫ് ആയിട്ടുള്ള സമ്മറി ആയിരിക്കണം, മിസ്ലീഡിംഗ് ക്ലെയിംസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ എത്തിക്കൽ കൺസിഡറേഷൻ.
അതോടൊപ്പം ഇൻട്രൊഡക്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്, കൃത്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും റിസർച്ചിൻ്റെ എയിമും പറയുന്ന രീതിയിലായിരിക്കണം ഇൻട്രൊഡക്ഷനും ഒബ്ജക്റ്റീവ്സും പറഞ്ഞു വെക്കേണ്ടത്. എന്താണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ ക്ലിയർ ഇൻറ്റൻറ്റ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. മെത്തഡോളജി, നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിളിംഗ് എങ്ങനെയാണ്, ടൂൾസ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, മെത്തഡോളജി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ദെൻ റിസൾട്ട് ആൻഡ് അനാലിസിസ്, ഇവിടെയാണ് ടേബിൾ, ഫിഗേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി എല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ എത്തിക്കൽ കൺസേൺ എന്ന് പറയുന്നത് ദർ ഷുഡ് നോട്ട് ബി എനി ഫാബ്രിക്കേഷൻ. ഓക്കെ, നമ്മൾ ചേഞ്ചസ് വരുത്തരുത്, ഒറിജിനൽ ഡേറ്റ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കണം. കൺക്ലൂഷൻ ആൻഡ് റെഫറൻസസ്, സമ്മറി ഓഫ് സോഴ്സസ് ആൻഡ് സമ്മറി ആൻഡ് സോഴ്സസ് ലിസ്റ്റിംഗ്. എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതിൻ്റെ അവസാനത്തെ എക്സിക്യൂട്ടീവ് സമ്മറിയും സ്കോപ്പ് ഫോർ ഫർദർ റിസർച്ചും കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് ഡേറ്റ റെഫർ ചെയ്തിട്ടുണ്ട് ആ സോഴ്സുകളെല്ലാം കൊടുക്കുന്നു. ഓക്കെ, സോ പ്ലേഗറിസം ഫ്രീ ആയിരിക്കണം. അതോടൊപ്പം തന്നെ APA അല്ലെങ്കിൽ MLA സ്റ്റൈൽ ഏതാണോ നമ്മളുടെ റിസർച്ചുമായി ബന്ധപ്പെട്ടത് ആ സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം റെഫറൻസിങ് കൊടുക്കേണ്ടത്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു 5ാമത്തെ യൂണിറ്റ് ഏരിയയിൽ, എല്ലാം ബ്രീഫായിട്ടാണ് പറഞ്ഞത്. ആൻഡ് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത് നോക്കിയേക്കുക കേട്ടോ, നോക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയേക്കുക. ഇനി നമ്മൾ 6ാമത്തെ ടോപ്പിക് ഏരിയയിലേക്ക് പോകുന്നു. 6ാമത്തെ ടോപ്പിക് ഏരിയ ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് HRM ആണ്. സോ ഇവിടെ നിന്നും ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് മാനേജ്മെന്റ്. ഇറ്റ് ഹെൽപ്സ് കോൺസെൻട്രേറ്റ് ഓൾ ഡിസിഷൻ മേക്കിംഗ് അറ്റ് ടോപ്പ് ലെവൽ. എന്തുകൊണ്ടാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? മാനേജ്മെന്റ് എസെൻഷ്യൽ ആകണമെങ്കിൽ ഡെലിഗേഷൻ റെലവെന്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്തല്ല, എല്ലാ ഡിസിഷൻ മേക്കിങ്ങും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എടുക്കണം എന്നല്ല. ദാറ്റ് ഇസ് റോങ്. ഡിസിഷൻ മേക്കിംഗ് ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ മാനേജ്മെന്റുകളിലേക്ക് വീതിച്ചു കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് അസഷൻ ശരിയാണ്, പക്ഷേ റീസൺ പറയുന്നത് തെറ്റാണ്. ഡീസെൻട്രലൈസേഷനിലേക്കാണ് ഡെലിഗേഷൻ നയിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അസഷൻ പറയുന്നത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഫോളോസ് എ ഫിക്സ്ഡ് ഓർഡർ ഓഫ് നീഡ്സ്. ശരിയാണോ? ശരിയാണ്. മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറിയിൽ ഒരു ഫിക്സ്ഡ് ഓർഡർ ഉണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലാണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി മുന്നോട്ട് വയ്ക്കുന്നത്. അക്കോർഡിംഗ് ടു മാസ്ലോ, വൺസ് ലോവർ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ദേ നോ ലോങ്ങർ മോട്ടിവേറ്റ്. ലോവർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ അവയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആവില്ല എന്ന് മാസ്ലോ പറയുന്നു. എന്നാൽ അത് ശരിയാണോ? അതാണ് നമ്മൾ മാസ്ലോയുടെ ഒരു മേജർ ക്രിറ്റിസിസമായിട്ടും പറയുന്നത്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ വൺസ് ദി ലോവർ ഓർഡർ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ദേ ആർ നോ ലോങ്ങർ എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. പക്ഷേ ഹയർ എൻഡ് നീഡ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ ഇൻഡിവിജ്വൽസ് താഴേക്ക് റിസസ് ചെയ്യാമെന്ന് ERG തിയറി പറയുന്നു. ERG തിയറി വരാനുള്ള ഒരു പ്രധാന റീസൺ മാസ്ലോയുടെ ഈ ക്രിറ്റിസിസമാണ്. മാസ്ലോ തിയറിയുമായി ബന്ധപ്പെട്ട നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ERG തിയറിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ യു ക്യാൻ സി ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളും മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഫോളോസ് എ സ്ട്രിക്റ്റ് ഓർഡർ. ദാറ്റ് ഇസ് റൈറ്റ്. അക്കോർഡിംഗ് ടു മാസ്ലോയുടെ ഒപ്പീനിയൻ പ്രകാരം വൺസ് ലോവർ ലെവൽ നീഡ്സ് ആർ സാറ്റിസ്ഫൈഡ് ദേ നോ ലോങ്ങർ മോട്ടിവേറ്റ്. ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവ വീണ്ടും ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യില്ല എന്നാണ് മാസ്ലോ പറയുന്നത്. ഇതൊരു ക്രിറ്റിസിസം കൂടിയാണ്. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ERG തിയറി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അസഷൻ പറയുന്നത് എ ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഫോർമൽ റിലേഷൻസ് എമംഗ് മെമ്പേഴ്സ്. സോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോർമൽ ഓർഗനൈസേഷനിൽ ഒരു ബേസിക് പർപ്പസ് അച്ചീവ് ചെയ്യാൻ എന്നുള്ള പർപ്പസോട് കൂടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർമൽ റിലേഷനാണ്, ഇൻഫോർമൽ റിലേഷൻ അല്ല. സോ അസഷൻ ട്രൂ, റീസൺ ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അസഷൻ പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ മെത്തേഡ് ടു അസസ് എംപ്ലോയി കോൺട്രിബ്യൂഷൻ. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ മെത്തേഡ് ടു അസസ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ ഡിറ്റർമിനിങ് ആനുവൽ ബോണസ് പേയ്മെൻറ്റ്. സോ ഡെഫിനറ്റ്ലി റീസൺ തെറ്റാണല്ലോ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അസസ് ചെയ്യാൻ വേണ്ടിയാണ് പെർഫോമൻസ് അപ്രൈസൽ. രണ്ടാമത്തത് ടോട്ടലി അൺറിലേറ്റഡ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, അസഷൻ പറയുന്നത് ഓർഗനൈസേഷണൽ കൾച്ചർ ഇൻഫ്ലുവൻസസ് എംപ്ലോയി ബിഹേവിയർ ആൻഡ് പെർഫോമൻസ്. കൾച്ചർ ഡിറ്റർമിൻസ് ദി ഫോർമൽ ചെയിൻ ഓഫ് കമാൻഡ് ആൻഡ് സ്ട്രക്ചർ. ഓർഗനൈസേഷൻ കൾച്ചർ എംപ്ലോയിയുടെ ബിഹേവിയറിനെയും പെർഫോമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് റൈറ്റ്. എന്തുകൊണ്ടാണ്? കൾച്ചർ, ഫോർമൽ ചെയിൻ ഓഫ് കമാൻഡിനെ ഓർഗനൈസേഷൻ കൾച്ചർ അല്ല ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഡിസൈൻസ് ഇറ്റ് ഈസ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ടാണ്, കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യമല്ല. സോ റീസൺ ഫോൾസ് ആണ്, എന്നാൽ അസഷൻ ട്രൂ ആണ്. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്? പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, സ്റ്റാഫിംഗ്, ഇന്നവേറ്റിംഗ് ഒരു ബേസിക് ഫംഗ്ഷനായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ ബേസിക് ഫംഗ്ഷൻസിൽ പറയാവുന്ന ഒന്നാണ് കോർഡിനേറ്റിംഗ്. ബിക്കോസ് പോർട്ട്സ്കോപ്പ് എന്ന് പറയുന്ന ബേസിക് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് കോർഡിനേറ്റിംഗ് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഹെസ്ബർഗ്സ് 2 factor തിയറി ഹൈജീൻ ഫാക്ടേഴ്സ് ആർ.
എന്താ ഹൈജീൻ ഫാക്ടർ? ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എസ്ബർഗ് പറയുന്നത് രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ്. ഒന്ന് സാറ്റിസ്ഫയേഴ്സ് ഓർ മോട്ടിവേറ്റേഴ്സ്, രണ്ട് ഡിസാറ്റിസ്ഫയേഴ്സ് ഓർ ഹൈജീൻ ഫാക്ടേഴ്സ്. സാറ്റിസ്ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു മോട്ടിവേഷൻ, അവ ഉണ്ടെങ്കിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ലൈക്ക് ബോണസ് ഉണ്ടെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യും, അതേപോലെ അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സാറ്റിസ്ഫയേഴ്സ് ഓർ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഡിസാറ്റിസ്ഫയർ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ, അവ ഇല്ലെങ്കിൽ നമ്മൾ ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് പോകും. ഉണ്ടെന്നുള്ളത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല, എന്നാൽ ഇല്ലെന്നുള്ളത് നമ്മളെ ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. ലൈക്ക് സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല, തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ഇൻക്രിമെൻ്റ് കിട്ടുവാണെങ്കിൽ അത് മോട്ടിവേറ്റ് ചെയ്യാം. സാലറി കിട്ടുന്നത് റെഗുലർലി കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്, അത് നമ്മളെ റെഗുലർലി കിട്ടുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു ഡയറക്റ്റ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ അല്ല. എന്നാൽ കിട്ടാതിരുന്നാലോ, 2 മാസമായിട്ട് സാലറി ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ഡീമോട്ടിവേറ്റിംഗ് ഒരു ഹൈജീൻ ഫാക്ടറാണ്. ഓക്കെ, അത് വർക്കിംഗ് കണ്ടീഷൻ, പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ഹൈജീൻ ഫാക്ടറാണ്. ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടറിൽ വരുന്നത്. ആബ്സെൻസ് ഓഫ് വിച്ച് വിൽ ലീഡ്സ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ, അതാണ് ഹൈജീൻ ഫാക്ടർ. ഓക്കെ, സോ പ്രിവെന്റ് ഡിസാറ്റിസ്ഫാക്ഷൻ തടയുന്ന ഫാക്ടേഴ്സിനെയാണ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇവയില്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ് ടു, എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ? ദി നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദി മാനേജർ ക്യാൻ ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ്. ഒരു മാനേജർക്ക് ഇഫക്റ്റീവ്ലി സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്. പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് അല്ലാത്തതാണെന്ന് വെച്ചിരിക്കുന്നത് 360 ഡിഗ്രി അപ്രൈസൽ, MBO, പെയ്ഡ് കമ്പാരിസൺ, ഡെൽഫി ടെക്നിക്. ഡെൽഫി ടെക്നിക്ക് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് അല്ല, ബാക്കിയുള്ളവയെല്ലാം പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡാണ്. ഡെൽഫി ടെക്നിക്ക് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്, ഫോർകാസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതൊരിക്കലും ഒരു പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ് അല്ല. ഓക്കെ, ഡി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്തത്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് മാസ്ലോസ് തിയറി, എംപവർമെന്റ് തിയറി, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി, ഔട്ട്സോഴ്സിങ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ട് പറയാം? ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് പറയാം. ഡെമോക്രസിയുടെ കൺസെപ്റ്റ് തന്നെ പാർട്ടിസിപ്പേഷൻ ആണ്. അവരാൽ തിരഞ്ഞെടുക്കുന്ന, ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഒരു ഡെമോക്രസിയാന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന, ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇൻഡസ്ട്രിയൽ ഡെമോക്രസിയിലും വരും. ജനങ്ങളാൽ, വർക്കേഴ്സ് ഐ മീൻ അവരുടെ ഡിസിഷൻ മേക്കിങ്ങുമായി ബന്ധപ്പെട്ടും അവരുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും എന്തുണ്ട്? വർക്കേഴ്സിന് ഒരു റോളുണ്ട്. അവിടെയാണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി വരുന്നത്. സോ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇസ് ഡയറക്ട്ലി റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. അപ്പോൾ മാനേജ്മെൻറ്റ് ഏരിയയിൽ മസ്റ്റായിട്ട് ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കേണ്ട കുറേ പോയിന്റുകൾ ആഡ് ചെയ്യുന്നു. പ്രിൻസിപ്പിൾസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്. പ്ലാനിംഗ്, ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ്. ഓർഗനൈസിംഗ്, അറേഞ്ച്മെൻറ്റ്, അലോക്കേഷൻ ഓഫ് ടാസ്ക് ആൻഡ് റിസോഴ്സസ്, റൈറ്റ് റിസോഴ്സ് റൈറ്റ് പ്ലേസിൽ അവൈലബിൾ ആണ് എന്ന് ഉറപ്പാക്കുന്ന പ്രോസസ്സാണ് ഓർഗനൈസിങ്. അടുത്ത സ്റ്റാഫിംഗ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്, ഇതെല്ലാം സ്റ്റാഫിങ്ങിൻ്റെ ഭാഗമാണ്, മീൻസ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ ഡയറക്റ്റിംഗ് മീൻസ് ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, സൂപ്പർവിഷൻ ആൻഡ് കൺട്രോളിങ്. ഇവയെല്ലാം ചേരുന്നതാണ് എന്ത്? ഡയറക്റ്റിംഗ്. ഓക്കെ, കൺട്രോളിംഗ് അല്ല, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നതാണ്. ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ, ഇവയാണ് ഡയറക്ഷൻ്റെ എലമെൻറ്റ്സ്. ദെൻ കൺട്രോളിങ്ങിലേക്ക് വരുമ്പോൾ മോണിറ്റർ ആൻഡ് കറക്റ്റ് ഡീവിയേഷൻ, കൺട്രോളിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞു. ആ ഒരു പ്രോസസ്സൊക്കെ ഓർത്താൽ മതി. ഹെൻറി ഫൈവിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. വൺ ഈസ് ഡിവിഷൻ ഓഫ് വർക്ക്. ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ ജോബിനെ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുവഴി സ്പെഷ്യലൈസേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഒരു എംപ്ലോയ് ചെയ്യേണ്ടി വരുന്ന ഒരു ചെറിയ ടാസ്ക് ആകുമ്പോൾ അവർക്ക് കൂടുതൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് സ്പെഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓർ ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി മസ്റ്റ് കം വിത്ത് അക്കൗണ്ടബിലിറ്റി. അതായത് എത്രമാത്രം അതോറിറ്റി ഉണ്ടോ അത്രമാത്രം റെസ്പോൺസിബിലിറ്റി എംപ്ലോയീസിന് ഉണ്ടാകണം എന്നുള്ളതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ, പ്രോപ്പറായിട്ടുള്ള റൂൾസ്, പ്രോപ്പറായിട്ടുള്ള ഒബീഡിയൻസ് ഓർഗനൈസേഷനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ദ യൂണിറ്റി ഓഫ് കമാൻഡ്, വൺ സബോർഡിനേറ്റ് വൺ സുപ്പീരിയർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. പിന്നെ വരുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ,
ഒരു യൂണിറ്റിന് ഒറ്റ പ്ലാൻ, 1 യൂണിറ്റ് 1 പ്ലാൻ എന്നുള്ളതാണ്. പല പ്ലാനുകളുണ്ടെങ്കിൽ ഒരു എയിമിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് 1 യൂണിറ്റ് 1 പ്ലാൻ. ഒറ്റ യൂണിറ്റിന് ഒരു എയിമാണ് ഉണ്ടാവേണ്ടത്. ദെൻ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫ്രം ജനറൽ ഇൻട്രസ്റ്റ്. ഓർഗനൈസേഷന്റെ കോമൺ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല. റെമ്യൂണറേഷൻ, ഫെയർ വർക്കിന് ഫെയർ റെമ്യൂണറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ സെൻട്രലൈസേഷൻ, ദർ മസ്റ്റ് ബി ബാലൻസ് ബിറ്റ്വീൻ സെൻട്രൽ കൺട്രോൾ ആൻഡ് ഡെലിഗേഷൻ. ഇത് രണ്ടും ഒരേ രീതിയിൽ പോകണം. അതായത് സെൻട്രലൈസേഷൻ വേണ്ടിടത്ത് സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ വേണ്ടിടത്ത് ഡീസെൻട്രലൈസേഷനും ആയിരിക്കണം. ലാർജ് ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ അവിടെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകണം. എന്നാൽ ചെറിയ ഓർഗനൈസേഷൻ ആണ്, ഡിസിഷൻ മേക്കിംഗ് സെൻട്രലൈസ്ഡ് ആവുന്നതാണ് ബെറ്റർ എങ്കിൽ അവിടെ സെൻട്രലൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് യൂസ് ചെയ്യുക. ദെൻ സ്കാലർ ചെയിൻ, ചെയിൻ ഓഫ് അതോറിറ്റി. ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എങ്ങനെയാണ് കമാൻഡ് ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ ചെയിൻ ഓഫ് അതോറിറ്റിയാണ് നമ്മൾ സ്കാലർ ചെയിൻ എന്ന് പറയുന്നത്. ദെൻ ഓർഡർ, ഓർഡർ മീൻസ് എവറിത്തിങ് ഇൻ ദി റൈറ്റ് പ്ലേസ്. ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കുക, പീപ്പിൾ, മെറ്റീരിയൽ എല്ലാം എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇക്വിറ്റി, ഫെയർ ട്രീറ്റ്മെന്റ്, ഫെയർ ആൻഡ് കൈൻഡ് ട്രീറ്റ്മെന്റ്. എല്ലാവരെയും ഒരുപോലെ അവരെ ഫെയർ ആയിട്ട് കൺസിഡർ ചെയ്യുക, ഒരേപോലെ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് ഇക്വിറ്റി. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ഒരു ഇൻഡിവിജ്വലിനെ ഒരു പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ കുറച്ച് നാളെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുക. ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു പൊസിഷന് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുവാണെങ്കിൽ അവർക്ക് ഒന്നിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവില്ല. സോ ഒരു എംപ്ലോയിയെ ഒരു പൊസിഷനിൽ അപ്പോയിന്റ് ചെയ്താൽ അവിടെ അവരെ കൂടുതൽ നാൾ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓഫ് പേഴ്സണൽ. ദെൻ ഇനീഷ്യേറ്റീവ്, ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനോട് അവരുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാനും അവർക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുക. ആൻഡ് ഫൈനലി എ സ്പിരിറ്റ് ഡിക്രോസ്, വിച്ച് മീൻസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ദീസ് ആർ ദി 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഇനി FW ടൈലർ സയന്റിഫിക് മാനേജ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, സയന്റിഫിക് മാനേജ്മെന്റിന് 4 ബേസിക് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതുകൂടാതെ ഒരു അഡീഷണൽ പ്രിൻസിപ്പിൾ കൂടി നമ്മൾ പറയാറുണ്ട്. സോ 4 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? സയൻസ് ബട്ട് നോട്ട് റൂൾ ഓഫ് തമ്പ്. സയന്റിഫിക് ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്, നോട്ട് റൂൾ ഓഫ് തമ്പ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഈ വർഷവും അങ്ങനെ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു റൂൾ ഓഫ് തമ്പ് അല്ല. സയന്റിഫിക് ഡിസിഷൻസ് ആണ് നമുക്ക് ആവശ്യം. ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. ദെൻ കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം, ടീം വർക്കാണ് ആവശ്യമുള്ളത്, അല്ലാതെ ഇൻഡിവിജ്വൽ അജണ്ടാസ് അല്ല. സോ മ്യൂച്വൽ ഇൻട്രസ്റ്റിന് എന്തിനു കൊടുക്കണം? ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ മാക്സിമം ഔട്ട്പുട്ട് ഓർ നോട്ട് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട് മീൻസ് എഫിഷ്യൻസി കൂട്ടുക, വേസ്റ്റേജ് കുറയ്ക്കുക, മാക്സിമം ഔട്ട്പുട്ട്. ഈ 4 യഥാർത്ഥത്തിൽ FW ടൈലറുടെ പ്രിൻസിപ്പിൾസ്. ബാക്കിയുള്ളതെല്ലാം അദ്ദേഹം അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ടൂളുകളാണ്. ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ, ടൈം സ്റ്റഡി തുടങ്ങിയിട്ടുള്ളവയെല്ലാം എന്താണ്? ടൂളുകളുടെ ഭാഗമാണ്. സോ ടെക്നിക്സ് എന്ന് പറയാം. സി ദീസ് ആർ ദി ടെക്നിക്സ്. ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയിയും സെലക്ട് ചെയ്യുന്നതും ട്രെയിൻ ചെയ്യുന്നതും അവരുടെ ലെവലിൽ ഏറ്റവും മാക്സിമം ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി പറ്റുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് ഡെവലപ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ. ദെൻ ടെക്നിക്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ബേസിക് ടെക്നിക് എന്ന് പറയുന്നത് വർക്ക് സ്റ്റഡിയാണ്. വർക്ക് സ്റ്റഡി 4 തരത്തിലുണ്ട്: ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി ആൻഡ് ഫാറ്റിക് സ്റ്റഡി. ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാൽ മെഷർ ദി ടൈം, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ആൻഡ് എൻഷുറിങ് ദാറ്റ് എംപ്ലോയി ഈസ് ഏബിൾ ടു കംപ്ലീറ്റ് ദി ടാസ്ക് വിത്തിൻ ദി ടൈം ഫ്രെയിം. അതായത് ഒരു വർക്ക് ചെയ്യുന്നതിനകത്ത് എത്രയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ടൈം വേണ്ടത്, അതിൽ കൂടുതൽ ടൈം എടുക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ് ടൈം സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. ഇനി മോഷൻ സ്റ്റഡി ആണെങ്കിലോ, മൂവ്മെൻറ്റ്സ്, വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ്, മെന്നിൻ്റെയും മെഷീൻ്റെയും മൂവ്മെൻറ്റ്സ്, അതിനകത്ത് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക, അതുവഴിയും ടൈം അതേപോലെ മൂവ്മെൻറ്റ് വേസ്റ്റേജ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ദെൻ ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, പിന്നെ മെത്തേഡ് സ്റ്റഡി, വർക്കിൻ്റെ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പ്രോപ്പർ അല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റേജ് കുറയ്ക്കുന്ന മെത്തേഡായിരിക്കും അഡോപ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി ഫാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റ് ടൈമാണ്. എത്രമാത്രം ടൈം റെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ റെസ്റ്റ് ചെയ്യുന്ന ടൈം കൃത്യമായിരിക്കണം. കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിൽ അത് നഷ്ടമാണെന്ന് കൺസിഡർ ചെയ്യും. ദെൻ സ്റ്റാൻഡേർഡൈസേഷൻ, ടൂൾസും എക്യുപ്മെൻസും എല്ലാം സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുക. മീൻസ് ഇന്ന് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല നല്ല ടൂളുകളും ടെക്നിക്സും എംപ്ലോയീസിൻ്റെ കയ്യിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ. ദെൻ ഡിഫറൻഷ്യൽ പീസ് സിസ്റ്റം, ടാസ്കുകൾ അറ്റൈൻ ചെയ്യുന്നവർക്ക് ഒരു ഹയർ റേറ്റും അറ്റൈൻ ചെയ്യാത്തവർക്ക്, ദാറ്റ് മീൻസ് ടാർഗറ്റുകൾ അറ്റൈൻ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടാർഗറ്റ് എന്ന് വിചാരിക്കുക.
100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എംപ്ലോയീസിന് 5 രൂപ വെച്ച് കൊടുക്കുന്നു, ഒരു യൂണിറ്റിന് പെർ യൂണിറ്റ് 5 രൂപ വെച്ച് കൊടുക്കുന്നു. 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത എംപ്ലോയീസിന് പെർ യൂണിറ്റ് 4 രൂപ വെച്ച് മാത്രം കൊടുക്കുന്നു. ഇതാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെൻറ്റ് പേ സ്കെയിൽസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ദെൻ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, മൾട്ടിപ്പിൾ സ്പെഷ്യലൈസ്ഡ് സൂപ്പർവൈസേഴ്സ്, അതായത് പ്ലാനിങ്ങിന് വേണ്ടി 4 പേരും എക്സിക്യൂഷന് വേണ്ടി 4 പേരും, അങ്ങനെ ടോട്ടൽ 8 ഫോർമാൻമാരെയാണ് FW ടൈലർ സജസ്റ്റ് ചെയ്തത്. സോ ഇതെല്ലാം FW ടൈലർ തിയറീസ് എന്ന് പറയുന്നത് ഒരു ലോവർ ലെവൽ ഷോപ്പ് ഫ്ലോർ ലെവലിലുള്ള മാനേജ്മെന്റ് കൺസെപ്റ്റാണ്. ഹെൻറി ഫയോളിന്റെ തിയറി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കൺസെപ്റ്റാണ് പറയുന്നത്. ദെൻ പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ ഓർക്കാനുള്ള ഇതാണ് മാനേജീരിയൽ റോൾസ്. ഹെൻറി മിറ്റ്സ്ബർഗ് മാനേജീരിയൽ റോൾസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ റോൾ ടൈപ്പ് ഇന്റർപേഴ്സണൽ റോൾ എന്നുള്ള രീതിയിൽ 3 റോളുകൾ: ഫിഗർ ഹെഡ്, ലീഡർ, ലേസൺ. നമ്മളോട് ചോദിച്ചിരിക്കുന്നതും ഇങ്ങനെ തന്നെ എടുത്തിട്ടാണ് ഇന്റർപേഴ്സണൽ റോൾസിന് എക്സാമ്പിൾ ഏതാണ്, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ മാനേജർ റെപ്രസെൻറ്റ്സ്, ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയായിട്ട് ഒരു സെറിമോണിയൽ ഡ്യൂട്ടിയൊക്കെ വരുമ്പം ഓർഗനൈസേഷന് വേണ്ടി അറ്റൻഡ് ചെയ്യുന്ന പാർട്ടിയായിട്ട് മാനേജേഴ്സ് ആക്ട് ചെയ്യുന്നു, അതാണ് ഫിഗർ ഹെഡ്. ദെൻ ലീഡർ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നതും ടീം മുന്നോട്ട് നയിക്കുന്ന ഒരു ലീഡർ റോൾ ആക്ട് ചെയ്യുന്നു. ലേസൺ മെയിൻറ്റെയിൻസ് നെറ്റ്വർക്ക് കണക്ഷൻസ്, ഇപ്പോൾ ക്ലയൻറ്റും പിയറും ഒക്കെ ആയിട്ടുള്ള കണക്ഷൻസ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു പാർട്ടിയായിട്ടും ആരാക്ട് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ 3 റോളാണ് ഇന്റർപേഴ്സണൽ റോൾ വരുന്നത്: ഫിഗർ ഹെഡ്, ലീഡർ ആൻഡ് ലേസൺ. ഇൻഫർമേഷൻ റോളിലേക്ക് വന്നാൽ വീണ്ടും 3 റോളുണ്ട് മാനേജർക്ക്: മോണിറ്റർ, ദാറ്റ് മീൻസ് ഗ്യാദർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ, റിപ്പോർട്ട്സും അതേപോലെ തന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ പ്രോപ്പറായിട്ട് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ റോളിൽ ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഡിസെമിനേറ്റർ, ഷെയർസ് ഇൻഫോ വിത്തിൻ ഓർഗനൈസേഷനകത്ത് കാര്യങ്ങൾ അറിയിക്കുന്ന പാർട്ടിയായിട്ട് മാനേജർ ആക്ട് ചെയ്യുന്നു, ഡിസെമിനേറ്റർ ഓഫ് ഇൻഫർമേഷൻ. ദെൻ സ്പോക്ക് പേഴ്സൺ, ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എക്സ്റ്റേണലി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയായിട്ടും മാനേജർ ആക്ട് ചെയ്യുന്നു. ഇൻഫർമേഷൻ റോൾ എന്ന് പറഞ്ഞാൽ 3 റോളാണ് വരുന്നത്: മോണിറ്റർ, ഡിസെമിനേറ്റർ ആൻഡ് സ്പോക്ക് പേഴ്സൺ. മോണിറ്റർ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഡിസെമിനേറ്റർ ഈ ഇൻഫർമേഷൻസ് എല്ലാം ഓർഗനൈസേഷൻ അകത്തെത്തിക്കുന്നത് മാനേജറാണ്. അതേപോലെ തന്നെ ഓർഗനൈസേഷനെ റെപ്രസെന്റ് ചെയ്ത് എക്സ്റ്റേണലി ഇൻഫർമേഷൻ അറിയിക്കുന്നതും മാനേജറുടെ റോളാണ്. അടുത്തത് ഡിസിഷണൽ റോൾസ്, മൂന്നാമത്തെ കാറ്റഗറി. 4 റോളുകളാണ് ഡിസിഷണൽ റോളിലുള്ളത്. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇനീഷ്യേറ്റീവ്സ് എടുക്കുക, ലൈക്ക് ഇന്നോവേറ്റീവ് പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുവരിക, ഇംപ്രൂവ്മെൻറ്റ്സ് മുന്നോട്ട് കൊണ്ടുവരിക, ഇതെല്ലാം ഓൺട്രപ്രണറിയൽ റോളാണ്. അടുത്ത ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്ന സാഹചര്യം, എംപ്ലോയീസിന് ഇഷ്യൂസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ അത് പരിഹരിക്കുന്ന വ്യക്തിയായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ റിസോഴ്സ് അലൊക്കേറ്റർ, റിസോഴ്സ്, ബഡ്ജറ്റ്, ടൈം, മാൻ പവർ തുടങ്ങിയ കാര്യങ്ങൾ, ബജറ്റിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളും അവൈലബിൾ ആണെന്ന് എൻഷുർ ചെയ്യുന്നത് മാനേജറാണ്, റിസോഴ്സ് അലൊക്കേറ്റർ റോൾ. ദെൻ നെഗോഷിയേറ്റർ, കോൺട്രാക്റ്റിലൊക്കെ അല്ലെങ്കിൽ ബാർഗെയിൻസ് കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, മറ്റ് എക്സ്റ്റേണൽ പാർട്ടീസുമായി ബന്ധപ്പെട്ടും എംപ്ലോയീസായി ബന്ധപ്പെട്ടും ഒരു നെഗോഷിയേറ്റർ റോൾ കൂടി മാനേജർ ആക്ട് ചെയ്യുന്നുണ്ട്. സോ 4 റോളുകൾ: ഓൺട്രപ്രണേറിയൽ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, ദെൻ റിസോഴ്സ് അലൊക്കേറ്റർ ആൻഡ് നെഗോഷിയേറ്റർ. അപ്പോൾ ഓർഗനൈസേഷൻ മാനേജീരിയൽ റോൾസ് കൃത്യമായിട്ട് നോക്കുക. ഇന്റർപേഴ്സണൽ റോൾസ് ഉണ്ട്, ഇൻഫർമേഷൻ റോൾ ആൻഡ് ഡിസിഷണൽ റോൾ. ദെൻ മോട്ടിവേഷൻ തിയറീസിലേക്ക് വരുമ്പോൾ ഹൈറാർക്കി ഓഫ് നീഡ്സ്, മാസ്ലോ 5 ടയർ ഹ്യൂമൻ നീഡ്സിന്റെ 5 ലെവലുകളെ പറ്റി പറയുന്നു. അതിൽ ഓരോ നീഡുകൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു. അവിടെയാണ് ക്രിറ്റിസിസം വരുന്നത്. ദെൻ 2 ഫാക്ടർ തിയറി, ഹെക്സ്ബർഗ് ഹൈജീൻ ഫാക്ടേഴ്സ് എന്നും മോട്ടിവേറ്റേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഹൈജീൻ ഫാക്ടേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് ആബ്സെൻസ് ഓഫ് വിച്ച് വിൽ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ, അവയില്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കും. മോട്ടിവേറ്റേഴ്സ് പ്രസന്റ് ആണെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യും, അതായത് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, തിയറി എക്സ് ആൻഡ് തിയറി വൈ മഗ്രിഗോറാണ് പ്രപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഹ്യൂമൻ എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്ങിന്റെ 2 എക്സ്ട്രീമുകളെ പറ്റിയാണ് തിയറി എക്സ് ആൻഡ് വൈ പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം ലേസി ആയിട്ടുള്ള ആളുകളെയും, വൈ എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും അതർ എൻഡ്. അപ്പോൾ ഒരു എൻഡിൽ ഏറ്റവും ലേസി ആയിട്ടും അവർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറല്ല, അവരൊരു രീതിയിൽ മാറില്ല എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകളെയും, എക്സിലേക്ക് വന്നപ്പോൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർ, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളവർ, വർക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നവർ, അങ്ങനെ 2 എൻഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഏതൊരു എംപ്ലോയിയും ഈ 2 എൻഡിനും ഇടയിലായിരിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന തിയറിയാണ് തിയറി എക്സ് ആൻഡ് തിയറി വൈ. ദെൻ ERG തിയറി, ആൽഡെഫറുടെ ERG തിയറി, എക്സിസ്റ്റന്റ് നീഡ്സ്,
റിലേറ്റഡ്നെസ് നീഡ്സ് ആൻഡ് ഗ്രോത്ത് നീഡ്സ്. അതായത് നമ്മുടെ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിലെ 5 ലെവലുകളെ 3 ലെവലുകളായിട്ട് ചുരുക്കി. അതുവഴി ഒരു വ്യക്തിക്ക് ഹയർ ലെവൽ നീഡ് അറ്റൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, സാധിക്കാതെ വന്നാൽ എന്ത് ചെയ്യാം? റിസസ് ചെയ്യാം, പുറകോട്ട് ഇറങ്ങാം. പുറകോട്ട് ഇറങ്ങിയിട്ട് ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന തിയറിയാണ് ഇയർജി തിയറി. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് മാസ്ലോ. ഒരു സ്ട്രിക്റ്റ് ഹൈറാർക്കി അവിടെ ഇല്ല. ആ സ്ട്രിക്റ്റ് ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ ആയിരുന്നു. അത് ഒഴിവാക്കിയിട്ടാണ് ഇആർജി തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ എക്സ്പെക്റ്റൻസി തിയറി, റൂംസ് എക്സ്പെക്റ്റൻസി തിയറി പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് E/I/V ആണെന്നാണ്. അതായത് എഫേർട്ട്, പെർഫോമൻസ്, റിവാർഡ്. അതായത് എക്സ്പെക്റ്റൻസി, ഇൻസ്ട്രുമെൻറ്റാലിറ്റി ആൻഡ് വാലൻസ് എന്ന് പറയും. എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ എഫേർട്ട് കൊടുക്കാനുള്ള എബിലിറ്റി എനിക്കുണ്ട് എന്നുള്ള വിശ്വാസം. ആ എഫേർട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് റിസൾട്ട് തരും എന്നുള്ള വിശ്വാസമാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി. ആ റിസൾട്ട് എന്നെ സംബന്ധിച്ച് വാല്യൂ ഉള്ളതാണ്, വിലമതിക്കുന്ന ഒന്നാണ് എന്നുള്ള വിശ്വാസമാണ് വാലൻസ്. ഇത് മൂന്നും ഒരുമിച്ച് വന്നാൽ മാത്രമേ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടൂ എന്നാണ് എക്സ്പെക്റ്റൻസി തിയറി റൂം പറയുന്നത്. ഓക്കെ, അടുത്തത് ഇക്വിറ്റി തിയറി, ആദംസ് ഇക്വിറ്റി തിയറി. ആദംസ് ഇക്വിറ്റി തിയറി പറയുന്നത് ഫെയർനെസ് ഇൻ റിവാർഡ്സ് വേഴ്സസ് പിയർ കമ്പാരിസൺ. അതായത് നമുക്ക് കിട്ടുന്ന, നമ്മൾ എത്രമാത്രം എഫേർട്ട് കൊടുത്തിട്ടുണ്ടോ ആ എഫേർട്ടിനെ നമ്മളെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഒപ്പമുള്ള മറ്റൊരാൾ കൊടുത്തിരിക്കുന്ന എഫേർട്ടുമായിട്ടാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന എഫേർട്ടിന് എനിക്ക് റിട്ടേൺ കിട്ടിയിരിക്കുന്നത് 1000 റുപ്പീസാണെന്ന് വിചാരിക്കാം. എൻ്റെ പകുതി എഫേർട്ട് കൊടുത്തിരിക്കുന്ന ഒരാൾക്ക് 2000 റുപ്പീസ് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഇക്വിറ്റി ഉണ്ടോ? ഇല്ല. ഇതാണ് നമ്മളെപ്പോഴും നമ്മളെ കമ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഒപ്പമുള്ള ആളുമായി ബന്ധപ്പെട്ടായിരിക്കും. സോ പിയറിൻ്റെ എഫേർട്ട് എങ്ങനെയാണ്, എൻ്റെ എഫേർട്ടും പിയറിൻ്റെ എഫേർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ഇൻസെൻറ്റീവ്സിനെ അളക്കുന്നതെന്നാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, സോ മോട്ടിവേഷൻ തിയറീസ് ഓരോന്നും നമ്മൾ കണ്ടു, എന്തൊക്കെയാണെന്നുള്ളതും ബ്രീഫ് ചെയ്തു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ദെൻ ലീഡർഷിപ്പ് തിയറീസിലേക്ക് വരുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് തിയറീസ്. അതിൽ ബേസിക് മോഡൽ ലീഡർഷിപ്പ് ടൈപ്സ് പറയുകയാണെങ്കിൽ ഓട്ടോക്രാറ്റിക് അറിയാലോ. ഡിസിഷൻസ് എല്ലാം ത്രൂ ഔട്ട് ഒരാൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഇത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേറ്റീവ് ആണ്, എംപ്ലോയീസിനെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നു. ലേസി ഫെയർ മിനിമൽ സൂപ്പർവിഷനാണ്, മാക്സിമം എംപ്ലോയീസ് തന്നെ കാര്യങ്ങൾ ചെയ്തോട്ടെ എന്ന രീതിയിൽ മാറി നിൽക്കുന്ന ലീഡറാണെങ്കിൽ ലേസി ഫെയർ. ദെൻ ട്രേഡ് തിയറി പറയുന്നത് ലീഡേഴ്സ് എന്ന് പറയുന്നത് ബോൺ വിത്ത് ട്രേഡ്സ് ആണ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഇൻബോൺ കിട്ടുന്നതാണ് അവരുടെ ഉള്ളിൽ. ഗ്രേറ്റ് മാൻ തിയറി, ട്രേഡ് തിയറിയൊക്കെ പറയുന്നത് എന്താ, ഇത് ഈ ഒരു ക്വാളിറ്റി വളർത്തിയെടുക്കാൻ പറ്റുന്നതല്ല, ചില ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അവർ ലീഡറാണ് എന്ന് പറയുന്നതാണ് ട്രേഡ് തിയറിയും ഗ്രേറ്റ് മാൻ തിയറിയും ഒക്കെ. സോ ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ കുറേ ഫീച്ചേഴ്സ് ഉള്ളവർ ലീഡറാണെന്നും കുറേ ആ ഫീച്ചേഴ്സ് ഇല്ലെങ്കിൽ അവർ ലീഡർ അല്ല എന്നും പറയുന്ന തിയറിയാണ് ലീഡർഷിപ്പ് ട്രേഡ് തിയറി. ദെൻ പിന്നീട് വന്ന ബിഹേവിയറൽ തിയറി ലീഡറുടെ ആക്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ലീഡർഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നു. എംപ്ലോയീസിനെ അവർ എത്രമാത്രം കൺസേൺഡ് ആണ്, പീപ്പിളിൽ എത്രമാത്രം കൺസേൺഡ് ആണ്, അതോടൊപ്പം ടാസ്ക് എത്രമാത്രം കൺസേൺഡ് ആണ് തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളെ വെച്ചുകൊണ്ടാണ് ലീഡറിനെ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നീട് കണ്ടിജൻസി തിയറി ഉണ്ട്. കണ്ടിജൻസി തിയറി എന്ന് പറഞ്ഞാൽ സിറ്റുവേഷണൽ ലീഡർഷിപ്പാണ്. അതായത് ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ ലീഡർ എങ്ങനെ ആക്ട് ചെയ്യുന്നു അത് വെച്ചിട്ടാണ് ലീഡറെയും നോൺ ലീഡറെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കണ്ടിജൻസി തിയറിയിൽ. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എംപ്ലോയീസിനെ അവരുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണ്. എംപ്ലോയീസിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു, ലൈക്ക് എ ഗൈഡ്, അവർക്ക് വഴികാട്ടിയാവുന്നു, അവരുടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അത്തരം പേഴ്സൺസിനെയാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓരോ തിയറീസും ട്രേഡ് തിയറി ഏർലി സൈക്കോളജിസ്റ്റ് തിയറിയാണ് നമ്മൾ കണ്ടു. ദെൻ ബിഹേവിയറൽ തിയറി ഓഹിയോ സ്റ്റേറ്റ് സ്റ്റഡീസും മിഷിഗൻ സ്റ്റഡീസിനും ഒക്കെ ബിഹേവിയർ സ്റ്റഡി തിയറി പറയുന്നുണ്ട്. ക്ലാസ് റൂമിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അത് ടാസ്ക് ഓറിയൻറ്റേഷൻ ആണോ പീപ്പിൾ ഓറിയൻറ്റേഷൻ ആണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ബിഹേവിയർ തിയറി പറയുന്നത്. മാനേജീരിയൽ ഗ്രിഡ് മോഡൽ കൃത്യമായിട്ട് നോക്കണം. മാനേജീരിയൽ ഗ്രിഡ് മോഡൽ ഓരോ ലെവലുകളും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. കൺസേൺ ഫോർ പീപ്പിളും കൺസേൺ ഫോർ പ്രൊഡക്ഷനും ബേസ് ചെയ്തുകൊണ്ട് 5 ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആണ് മാനേജീരിയൽ ഗ്രിഡ് മോഡൽ പറയുന്നത്. ദെൻ പാത്ത് ഗോൾ തിയറി, ഹൗസിൻ്റെ പാത്ത് ഗോൾ തിയറി എന്ന് പറയുന്നത് ലീഡർ ക്ലിയർസ് പാത്ത് ഫോർ സബോർഡിനേറ്റ് ടു റീച്ച് ഗോൾസ്. ലീഡറുടെ റോൾ എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിനെ അവരുടെ ഗോളിലേക്ക് എത്തിക്കുകയാണ്, അതിനു വേണ്ടിയുള്ള വഴികാട്ടിയാകുക എന്നുള്ളതാണ് ലീഡറുടെ റോൾ. അതിൻ്റെ ബേസിൽ പല രീതിയിലുള്ള ലീഡർഷിപ്പ് ഉണ്ട്. സപ്പോർട്ടീവ് ലീഡർഷിപ്പ്, ഡയറക്റ്റീവ് ലീഡർഷിപ്പ്, പാർട്ടിസിപ്പേറ്റീവ്, അച്ചീവ്മെൻറ്റ് ലീഡർഷിപ്പ് തുടങ്ങിയുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, നോക്കണം. ദെൻ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഇൻസ്പെയർസ് ഫോളോവേഴ്സ്, അവരെ വളർത്തുവാണ്. കാരിസ്മ, ലീഡറുടെ കരിഷ്മ, ലീഡറുടെ വിഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരെ
ഓർഗനൈസേഷനിൽ മൊത്തം വലിയ മാറ്റം കൊണ്ടുവരുന്നവരാണ് ട്രാൻസ്ഫോർമേഷൻ ലീഡർ. ട്രാൻസാക്ഷൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലെ എന്താണോ ഒബ്ജക്റ്റീവ് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എംപ്ലോയിയെ പര്യാപ്തരാക്കുന്നു. അതിനുവേണ്ടി അവർക്ക് റിവാർഡ് കൊടുക്കുകയും അവരെ പണിഷ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അവരെ കൊണ്ട് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ലേസി ഫെയർ അറിയാലോ, ലീഡർ വലിയ റോളൊന്നും എടുക്കുന്നില്ല, എംപ്ലോയീസിനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് ലേസി ഫെയറിൽ. കാരിസ്മാറ്റിക്, അത് ആക്ച്വലി ലീഡറുടെ കാരിസ്മ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ലീഡറുടെ ലൈക്ക് അവരുടെ പേഴ്സണൽ ചാം, അവരുടെ പെരുമാറ്റ രീതികളൊക്കെ സബോർഡിനേറ്റിനെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുകയാണ്. അതാണ് കാരിസ്മാറ്റിക് ലീഡർഷിപ്പ്. ഇനി കുറച്ച് എലമെൻറ്റുകൾ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ടീമുകൾ കൂടി നമ്മളിവിടെ ഓർക്കാനുണ്ട്. വിഷൻ ആൻഡ് മിഷൻ. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓർഗനൈസേഷൻ്റെ ബേസിക് ലോങ് ടേമിൽ ഓർഗനൈസേഷൻ എവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് വിഷൻ. ലോങ് ടൈമിൽ ഫ്യൂച്ചറിൽ ഓർഗനൈസേഷൻ എവിടെയാണോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് അതിനെ നമുക്ക് വിഷൻ എന്ന് വിളിക്കാം. മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങോട്ട് എത്തിച്ചേരും, പർപ്പസ്. ഓർഗനൈസേഷൻ നിലനിൽക്കുന്നതിൻ്റെ പർപ്പസാണ് മിഷൻ ഈ പറയുന്നത്. സോ വിഷൻ, ഓർഗനൈസേഷൻ തന്നെ ഓർഗനൈസേഷനെ ഫ്യൂച്ചറിൽ നോക്കിക്കാണുവാണ്. ഫ്യൂച്ചറിൽ ഇവിടെ എത്തണമെന്നുള്ളതാണ് നോക്കിക്കാണുന്നത്, അതാണ് വിഷൻ. മിഷൻ ഈസ് ദി വേ, ഏത് പ്രോസസ്സിലൂടെ എന്ത് ചെയ്തുകൊണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതാണ് മിഷൻ. സോട്ട് അനാലിസിസ്. സോട്ടിൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മുടെ ഓർഗനൈസേഷൻ അകത്തുള്ളതാണ്. ഈ ഓപ്പർച്യൂണിറ്റി ത്രെട്ടും എക്സ്റ്റേണൽ ആണ്. ഓക്കെ, സോ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്കാനിങ് വഴി ഓർഗനൈസേഷൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ത്രെട്ട് എന്താണ്, നിലവിലുള്ള സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് സോട്ട് അനാലിസിസിൽ നമ്മൾ കണ്ടെത്തുന്നത്. പിന്നെ പെസ്റ്റിൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ അനാലിസിസ് ആണ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ പറ്റി പഠിക്കാനാണ് പെസ്റ്റിൽ അനാലിസിസ് നടത്തുന്നത്. പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, ഇക്കണോമിക് എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്, ദെൻ ലീഗൽ എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഇക്കോളജിക്കൽ ഓർ എൻവയോൺമെൻറ്റൽ എന്ന് പറയാം. സോ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ചേരുന്നതാണ് പെസ്റ്റിൽ അനാലിസിസ്. മാക്രോ എൻവയോൺമെൻറ്റ് അനാലിസിസ് ആണ് പെസ്റ്റിൽ. പിന്നെ ഉള്ളത് BCG മെട്രിക്സ് ആണ്. BCG മെട്രിക്സിൽ ഓരോ എലമെൻറ്റും എന്താണെന്ന് നോക്കണം. ക്യാഷ് കൗ എന്താണ്, സ്റ്റാർസ് എന്താണ്, ഡോഗ്സ് എന്താണ്, ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും റോൾ എന്താണ്, എന്തിനെയാണ് നമ്മൾ ക്യാഷ് കൗ എന്ന് പറയുന്നത്, എന്തിനെയാണ് ഡോഗ്സ് എന്ന് പറയുന്നത്, എന്താണ് സ്റ്റാർ, ഏതാണ് ക്വസ്റ്റ്യൻ മാർക്ക്, ഏതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഏതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റീവ്നെസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് പോർട്ടേഴ്സ് 5 ഫോഴ്സസ് മോഡൽ. അത് ബാർഗെയിനിങ് പവർ എങ്ങനെയാണ്, ഒരു ഇൻഡസ്ട്രി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എൻട്രിക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് അളക്കണം. അതിനുവേണ്ടി ബയ്യറുടെ പവർ, സപ്ലയറുടെ പവർ, ത്രെട്ട് ഓഫ് ന്യൂ എൻട്രി തുടങ്ങിയിട്ടുള്ള ഓരോ 5 എലമെൻറ്റുകൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. അതിനുശേഷമാണ് ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റീവ്നെസ് അളക്കുന്നത്. ദെൻ വാല്യൂ ചെയിൻ അനാലിസിസ്, പ്രൈമറി പ്ലസ് സപ്പോർട്ടിങ് ആക്ടിവിറ്റീസ് നോക്കുന്നു. അതുവഴി നമ്മുടെ വാല്യൂ ചെയിൻ മീൻസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്ന് അറിയാനാണ് വാല്യൂ ചെയിൻ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ HRMിലേക്ക് വരുമ്പോൾ HRMനുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് സ്റ്റേജുകൾ കൃത്യമായിട്ട് നോക്കണം. HR പ്ലാനിങ്, HRP എന്താണ്? ഫോർകാസ്റ്റിംഗ്, ഫ്യൂച്ചർ മാൻ പവർ നീഡ്സും നിലവിലുള്ള മാൻ പവർ സപ്ലൈയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ HR ഡിമാൻഡ് ഫോർകാസ്റ്റും HR സപ്ലൈ ഫോർകാസ്റ്റും കണ്ടെത്തിയിട്ട് നോക്കിയതിന് ശേഷം ഷോർട്ടേജ് ഉണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുന്നു, സർപ്ലസ് ഉണ്ടെങ്കിൽ ലേ ഓഫിലേക്ക് പോകുന്നു. അതാണ് HR പ്ലാനിങ് ചെയ്യുന്നത്. ദെൻ കംസ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആളുകളെ കൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള പൊസിഷനിൽ അപ്ലൈ ചെയ്യിപ്പിക്കുന്നതിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ആരെയും സെലക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് എന്തില്ല, എലിമിനേഷൻ ഇല്ല. മാക്സിമം ആളുകളെ കൊണ്ട് ജോബ് വേക്കൻസിയിൽ അപ്ലൈ ചെയ്യിപ്പിക്കുന്ന ആ പോയിന്റ് തന്നെ റിക്രൂട്ട്മെൻറ്റ് അവസാനിച്ചു. ഇനി ആ റിക്രൂട്ട് ചെയ്തിരിക്കുന്ന ആ നമ്പർ ഓഫ് പൂൾ ഓഫ് ആപ്ലിക്കൻസിൽ നിന്നും എന്ത് ചെയ്യുന്നു, റൈറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ ചൂസ് ചെയ്യുന്ന ജോബിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. ചൂസിങ് ദി റൈറ്റ് കാൻഡിഡേറ്റ് ഫ്രം ദി പൂൾ. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്കിൽ എൻഹാൻസ്മെൻ്റ് ആണ്. കോമ്പറ്റീറ്റീവ്നെസ് ബിൽഡിംഗ് മീൻസ് അവർക്ക് വേണ്ട ആ ജോബുമായി ബന്ധപ്പെട്ട് അവരെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം. ട്രെയിനിങ്, ജോബ് ചെയ്യാനുള്ള സ്കില്ലാണ് കൊടുക്കുന്നതെങ്കിൽ ട്രെയിനിങ്. അവരുടെ ഫ്യൂച്ചറാണ്, ഫ്യൂച്ചർ ബേസ്ഡ് ആയിട്ട് അവർ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമുക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ദെൻ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ആണ്. റിവാർഡ്സ്, പ്രൊമോഷൻസ്, ഫീഡ്ബാക്ക്, ഇതൊക്കെ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ദെൻ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, സാലറി, പെർക്സ്, ബെനിഫിറ്റ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് ഏരിയ ആയിട്ട് പറയാം. ദെൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ, യൂണിയൻ നെഗോഷിയേഷനും കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിങ്ങും ഒക്കെ ഇൻഡസ്ട്രിയൽ റിലേഷനുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളാണ്. ഇനി അവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സ് ആണ്. 360 ഡിഗ്രി ഫീഡ്ബാക്ക് വിച്ച് മീൻസ്
ഒരു എംപ്ലോയിയെ അയാളുടെ ചുറ്റുമുള്ള പല ആളുകൾ, അതായത് അയാൾ ടച്ച് ചെയ്യുന്ന കണക്ട് ചെയ്ത് വരുന്ന എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒപ്പമുള്ള പിയർ ഇവാലുവേഷൻ, ക്ലയൻറ്റ് ഇവാലുവേഷൻ, സീനിയർ ഇവാലുവേഷൻ, അതേപോലെ തന്നെ കസ്റ്റമർ, ഇങ്ങനെ ആരൊക്കെ ആയിട്ടാണോ അവർ ഇൻട്രാക്ട് ചെയ്യുന്നത് ഇവരെല്ലാവരും അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്, അവരെ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഇതിനെയാണ് 360 ഡിഗ്രി ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്, വിച്ച് മീൻസ് MBO ഒരു പെർഫോമൻസ് അപ്രൈസൽ ടൂളായിട്ട് കൂടി നമ്മൾ ഉപയോഗിക്കും. ഇതൊരു മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ്, അത് കൂടാതെ ഒരു പെർഫോമൻസ് അപ്രൈസൽ ടൂൾ കൂടിയാണ്. മാനേജ്മെൻറ്റ് ഫിലോസഫി ആയിട്ട് നമ്മൾ പറയുമ്പോൾ എന്താ ഇവിടെ ചെയ്യുന്നത്, എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം നിന്നുകൊണ്ട്, അതായത് അവരുടെ ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അവരുടെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നു. എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ഗോളുകൾ സെറ്റ് ചെയ്യുന്ന രീതിയാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. പിന്നെ വരുന്ന റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ട്രേറ്റുകൾ ഓരോ എംപ്ലോയിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ട് ഓരോ എംപ്ലോയിയും അതുമായി ബന്ധപ്പെട്ട് റേറ്റ് ചെയ്യുന്നു. ഒരു സ്കോർ കാർഡ് പോലെ അവർ ഇന്ന ഏരിയയിൽ ഇന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ടിക്ക് ഇടുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ. ഓക്കെ, റേറ്റിംഗ് സ്കെയിൽ തന്നെ രണ്ട് രീതിയിലുണ്ട്. ബേസിക് റേറ്റിംഗ് സ്കെയിലും ഉണ്ട്, അതേപോലെ ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിലും ഉണ്ട്. ആ ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഇൻസിഡൻസ് കൂടി ലിങ്ക് ചെയ്യുന്നതാണ്. ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസ് ഓൺ കീ പെർഫോമൻസ് ഇവൻറ്റ്സ്, അതായത് ഓരോ സാഹചര്യങ്ങളും ഓർഗനൈസേഷനിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് എന്താണെന്ന് നോക്കുക. ആ ഇൻസിഡൻറ്റിൽ ഈ എംപ്ലോയി എങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഇവൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ ഫ്രീക്വൻലി അങ്ങനെ ഓർത്തു വയ്ക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ, അവിടെയുള്ള എംപ്ലോയിയുടെ പെർഫോമൻസ് അസസ് ചെയ്യുകയാണ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡിൽ വരുന്നത്. സോ റേറ്റിംഗ് സ്കെയിലും ക്രിട്ടിക്കൽ ഇൻസിഡൻസും കമ്പൈൻ ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാർ. ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ, അതായത് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ റേറ്റിംഗ് സ്കെയിൽ അസസ്മെൻറ്റും ഉണ്ട്. സോ കമ്പൈൻസ് റേറ്റിംഗ് വിത്ത് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ്. ഓക്കെ, ഇത് രണ്ടും ചേരുന്നതാണ് ബിഹേവിയറലി ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ. ഇനി HRMലെ റീസെൻറ്റ് ട്രെൻഡ്സ് എടുക്കുകയാണെങ്കിൽ HR അനലിറ്റിക്സ് എന്താണെന്ന് നോക്കുക. ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള HR ഡിസിഷൻ മേക്കിംഗ് ആണ് HR അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ EHR എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള EHRM, ബിക്കോസ് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എംപ്ലോയീസ് വേൾഡ് വൈഡ് ആണ്. അപ്പോൾ HRMൻ്റെ റോളും വേൾഡ് വൈഡ് ആയിട്ട് മാറും. ഇപ്പോൾ BPOs ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ BPOസിൻ്റെ പ്രോമിനൻസും റിമോട്ട് ജോബ്സും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ EHRMൽ പ്രാധാന്യമുണ്ട്. ദെൻ റിമോട്ട് വർക്ക് ആൻഡ് ഹൈബ്രിഡ് മോഡൽ തന്നെ, സ്ട്രക്ചർ തന്നെ പലയിടത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. വർക്ക് ഫ്രം ഹോമും വർക്ക് ഫ്രം ഓഫീസും ഒക്കെ ലിങ്ക് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സ്ട്രക്ചർ, അതാണ് റിമോട്ട് വർക്ക് ആൻഡ് ഹൈബ്രിഡ് മോഡൽ. ദെൻ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇക്വിറ്റി ഇൻ വർക്ക് ഫോഴ്സ്, ജെൻഡർ ഡൈവേഴ്സിറ്റി, അതേപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒക്കെ ഇന്നത്തെ HRMൽ നമുക്ക് കാണാൻ സാധിക്കും. ടാലൻറ്റ് മാനേജ്മെൻറ്റ്, ഐഡൻറ്റിഫൈങ് ആൻഡ് നേർച്ചറിങ് ഹൈ പെർഫോമേഴ്സ്, ലീഡർഷിപ്പ് പൈപ്പ് ലൈൻ എന്ന് പറയും. നമ്മൾ മുൻകൂട്ടി തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരെ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ലീഡേഴ്സാക്കി മാറ്റുന്ന ഇനീഷ്യേറ്റീവ്സ്, ഇതൊക്കെയാണ് ടാലൻറ്റ് മാനേജ്മെൻറ്റിൽ വരുന്നത്. സോ ഇതെല്ലാം റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ HRM ആണ്. ഓക്കെ, സോ രണ്ട് ഏരിയാസ് നമ്മൾ പറഞ്ഞു. അഡീഷണലി ഒന്ന് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് HRM, അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ രണ്ട് ടോപ്പിക് ഏരിയ ആണ് ഇപ്പോഴത്തെ ഈ സെഷനിൽ പറയുന്നത്. ഇനി നമുക്ക് 3 ടോപ്പിക് ഏരിയ റിവൈസ് ചെയ്യാനുണ്ട്. നാളെ ഏർലി മോർണിംഗ് സെഷനിൽ നമ്മളത് റിവൈസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു സെഷൻ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൻ്റെ റെക്കോർഡ് ലെക്ചർ ഒരു 1 അവറിനുള്ളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അറ്റൻഡ് ചെയ്യാത്തവർക്ക് അത് കാണുകയും ചെയ്യാം കേട്ടോ. അതേപോലെ ഏതെങ്കിലും ടോപ്പിക് ഏരിയ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് തന്നെ, നാളെ എക്സാം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് ഏരിയയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനോ കൺസെപ്റ്റുകളിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഇത്രയും പറയുന്നു. വീണ്ടും ഏർലി മോർണിംഗ് സെഷനിൽ കാണാം. താങ്ക് യു എവരിവൺ. ബൈ.